ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഫെയറി ഡോർ അല്ലെങ്കിൽ ഒരു വാൾ ഡെക്കർ എന്നുള്ള പ്രിപ്പറേഷനാണ്. അതിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പേപ്പർ റോൾസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പേപ്പർ റോളിന് പകരം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു പേപ്പർ സ്ട്രോ ഇല്ലേ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പേപ്പർ സ്ട്രോ ഇല്ലേ, അതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രോയോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ പേപ്പർ റോൾ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു പെന്ന് ഉപയോഗിച്ചാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ആ പെന്ന് അവസാനം ഊരി കളയുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഇതുപോലെ തന്നെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് റോൾ ചെയ്ത് എടുക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. പേപ്പർ സ്ട്രോ പോലെ തന്നെ കിട്ടുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതുപോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളെങ്കിലും ഞാൻ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. വീഡിയോയുടെ ലാഗാക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. അതിന് ശേഷം ഞാൻ ഫെവിക്കോൾ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് സൈഡിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ വേറൊരു സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെടുക്കുക, നമ്മുടെ ബുക്കിൻ്റെ കവർ ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, കവർ ആയിട്ടുള്ള ഒരു ഇത്, അതല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിലൊരു പൊട്ടത്തരം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ നേരം. ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഫെയറി ഡോറിൻ്റെ മുകളിലൊരു താങ്ങൊക്കെ പോലെ ഇങ്ങനെ വെക്കാനായിരുന്നു. പക്ഷെ അതിപ്പോൾ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് വെക്കുന്നതായിരുന്നു വെച്ചിട്ടൊരു ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിങ്ങനെ ചെയ്തു പോയി. അവസാനം ഞാൻ പെയിൻ്റ് അടിക്കുന്ന സമയം അപ്പോൾ ഊരേണ്ടി വന്നു ഭാഗ്യത്തിന്. അപ്പോൾ ഗ്ലൂ ഒട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഊരി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത് കൊടുത്തത് വളരെ പൊട്ടത്തരമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ അവസാനം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപോലത്തെ അളവിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്തേക്കണം. അപ്പോൾ ഒരേ സൈസിൽ, അത് ഞാൻ കൊടുത്ത കളറെന്ന് പറയുന്നത് പർപ്പിൾ ഷെയ്ഡായിരുന്നു. ഈ ഫെയറി ഡോറിനൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡാണല്ലോ. ഈ പർപ്പിൾ ഷെയ്ഡ് കിട്ടാനുള്ളൊരു കാരണമുണ്ട്. ഈ പർപ്പിൾ എന്ന് പറയുന്നത് എനിക്ക് വാട്ടർ കളറാണല്ലോ. ആ വാട്ടർ കളർ കിട്ടി എനിക്ക് എവിടെ നിന്നാണെന്നറിയോ, ഞാനൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിം എന്ന് വെച്ചാൽ ഞാൻ ടൂർ പോയപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ കളിച്ച ഗെയിമായിരുന്നു. അപ്പോൾ അതിന് പ്രൈസ് അടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ രണ്ട് സ്റ്റിക്കില്ലേ, അതിന് ഞാൻ ബ്രൗൺ കളറാണ് അടിച്ച് കൊടുത്തത്. പിന്നെ ആ രണ്ട് ചെടിയൊക്കെ കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബട്ടർഫ്ലൈനെ കൂടി നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട്. അത് നമ്മൾ ടോപ്പിലായിട്ടാണ് വെക്കുന്നത് അതിൻ്റെ. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ നമ്മൾ പശ ഒട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് കഴിഞ്ഞ് അതിങ്ങനെ ഊരിപ്പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഒട്ടിയിട്ടില്ല. അപ്പോൾ ഒട്ടുമ്പോൾ ഒന്ന് കറക്റ്റായിട്ടിരുന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂ ഒടിച്ചു, കുറച്ച് നമ്മുടെ സ്റ്റോൺസ് ഇട്ട് കൊടുത്തു. പിന്നെ ആ പുല്ല് കൂടി വെച്ച് കൊടുത്തു. പുല്ല് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഒരു ഹാൻഡ് പോലെയും വെച്ച് കൊടുത്തു. ഫൈനൽ ഔട്ട്പുട്ട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്.